Hi guys, welcome to Millennial Malayali. In this episode, we will talk about New Zealand's top 5 jobs for a Malayali. So, this video is because in the comment section or LinkedIn message, you can ask what course what opportunities or jobs. So, that's the answers we will video. The video last informative discuss. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് റിസർച്ച് ചെയ്തിരിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസ്, അതായത് ലാസ്റ്റ് 4 years ആയിട്ട് ഇവിടെ ഞാൻ നിന്നിട്ട് എനിക്ക് അനുഭവിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നമ്മുടെ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഓൺലൈനിൽ ഞാൻ നടത്തിയ റിസർച്ചിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ 5 ജോബ്സ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജോബിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ഹെൽത്ത് കെയർ സെക്ടറിലെ രജിസ്റ്റേർഡ് നേഴ്സ് എന്നുള്ളൊരു ജോലിയാണ്. നമ്മൾ ഇമിഗ്രൻസിനെ സംബന്ധിച്ചത് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു ഫീൽഡാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ പോപ്പുലേഷൻ ഒരു ഏജിങ് പോപ്പുലേഷനാണ്. അപ്പോൾ ന്യൂസിലാൻഡിൽ ഒരുപാട് എന്താ പറയുക, ഏജ്ഡ് കെയർ ഫെസിലിറ്റീസും അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് വില്ലേജസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു നേഴ്സിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ COVID-19 ശരിക്കും ഇവിടെ ഈ രാജ്യം നല്ലോണം ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് മനസ്സിലായി ഒരു ഷോർട്ടേജ് ഉണ്ട് ആ ഫീൽഡിൽ എന്നുള്ളത്. ഗവൺമെൻറ്റിനും ഇവിടുത്തെ ആൾക്കാർക്കും എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ ഞാൻ seek.com പോലുള്ള വെബ്സൈറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേനും ഒരുപാട് ഓപ്പണിങ്സ് കഴിഞ്ഞൊരു 1 വീക്കിൽ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം നല്ല ഡിമാൻഡ് ഉണ്ടെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജോബ് നമ്പർ 2 ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. അപ്പോൾ IT സെക്ടറിൽ തീർച്ചയായിട്ടും ന്യൂസിലാൻഡിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റും അല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടും പിന്നെ ഒരുപാട് മീഡിയം സ്കെയിൽ ബിസിനസ്സസ് ഒക്കെ അവരുടേതായ വെബ്സൈറ്റും അവരുടേതായ സോഫ്റ്റ്വെയറും അവരുടേതായ ആപ്സും എല്ലാം ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലൊരു റിക്വയർമെൻ്റ് ഉണ്ട്. അത് പോരാത്തതിന് ഇവിടുത്തെ ബാങ്ക്സ് ആണെങ്കിലും മൊബൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് ആണെങ്കിലും ഒരുപാട് IT സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഓൾറെഡി സ്കെയിൽ ന്യൂസിലാൻഡിൻ്റെ കുറവാണ്. നമ്മുടെ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലുതൊന്നുമല്ല. പക്ഷേ ഇവിടുത്തെ ഒരു സ്കെയിലിൽ IT സെക്ടർ നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. എൻ്റെ പരിചയത്തിൽ പഠിക്കാൻ വന്ന ഒരുപാട് ഫ്രണ്ട്സൊക്കെ IT സെക്ടറിലുള്ളവരെല്ലാവരും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഒരു 6 months ഒക്കെ എടുക്കും. അതായത് നമ്മുടെ എക്സ്പീരിയൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും, എന്നാലും ഒരു 6 monthsനുള്ളിൽ തന്നെ ഒരുവിധം എല്ലാവരും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. മിക്കവരുടെ റൂട്ട് ഒരു ഇൻറ്റേൺഷിപ്പ് കണ്ടുപിടിച്ച് ആ ഇൻറ്റേൺഷിപ്പിൽ നിന്ന് ഫുൾ ടൈം ജോബ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തുന്നതായിരുന്നു അവരുടെ റൂട്ട്. ഇതിൽ നമുക്ക് പറയാനുള്ള 2-3 ഫീൽഡ് എന്ന് പറയുന്നത്, ഒന്ന് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്പ് ഡെവലപ്പേഴ്സ്, പിന്നെ 2 UX UI ഡിസൈനേഴ്സ്, 3 ഡാറ്റ സയൻറ്റിസ്റ്റ്, 4 ഒരു ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു മേഖലയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീൽഡൊക്കെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അതായത് നാട്ടിലൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ച് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് ഈ ഒരു ഫീൽഡൊക്കെയാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് നല്ലൊരു ഓപ്പണിംഗ് ഇനി ഒരു നെക്സ്റ്റ് 3-4 years എന്തായാലും ഉണ്ടായിരിക്കും. ജോബ് നമ്പർ 3, കൺസ്ട്രക്ഷൻ സെക്ടർ. ഇതാണ് നമ്മുടെ സ്വന്തം സെക്ടർ. കൺസ്ട്രക്ഷൻ സെക്ടറിനകത്ത് 2 രീതിയിലാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. ഒന്ന് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ, 2 ട്രേഡ്സ്. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് നാട്ടിൽ പഠിച്ചിട്ട് ഒരു സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് അല്ലെങ്കിൽ സൈറ്റ് മാനേജറായിട്ട്, ക്വാണ്ടിറ്റി സർവേയർ ആയിട്ട്, ക്വാളിറ്റി എഞ്ചിനീയർ ആയിട്ട്, പ്രോഗ്രാം മാനേജറായിട്ട് അങ്ങനെയുള്ള ജോബ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിനൊരു എഞ്ചിനീയറിംഗ് ഫീൽഡ്. രണ്ടാമത് വരുന്നത് ഡിസൈനിങ്. ഈ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കിടെക്ചറൽ ഡിസൈനിങ് ഉണ്ട്, സ്ട്രക്ചറൽ ഡിസൈനിങ് ഉണ്ട്, ജിയോ ടെക്നിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട്, അങ്ങനത്തെ ഒരു ഡിസൈൻ മേഖലയുണ്ട്. പിന്നെ വരുന്നതാണ് ട്രേഡ്സ്. അപ്പോൾ ട്രേഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ പ്ലംബിങ്, ഇലക്ട്രിക്കൽ അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്നത്, കാർപ്പൻട്രി. അപ്പോൾ അതിലും നല്ലൊരു ഓപ്പണിംഗ് ഉണ്ട്. കൺസ്ട്രക്ഷൻ്റെ സെക്ടറിൽ ഇത് ഞാൻ നേരത്തെ IT പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അത് പോരാത്തതിന് ഇവിടെ ഒരു ഹൗസിംഗ് ക്രൈസിസ് ഉണ്ട്. അതായത് നമ്മളുടെ ആൾക്കാർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഹൗസിങ് എന്തായാലും ഓക്ലൻഡിലില്ല. അപ്പോൾ അങ്ങനെ ഒരു പുഷും കൂടെ ഉണ്ട്. ആ 2 കാരണങ്ങൾ കൊണ്ടാണ് കൺസ്ട്രക്ഷൻ സെക്ടർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. പിന്നെ പൊതുവേ ഏതൊരു എക്കോണമി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ കൺസ്ട്രക്ഷന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതേപോലെയാണ് ഇവിടെ ഒരു നെക്സ്റ്റ് 3-4 years കൺസ്ട്രക്ഷന് നല്ല ഡിമാൻഡ് തന്നെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ജോലി കിട്ടി. അതേപോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്കാണെങ്കിൽ ഒരു 6-7 months ഒരുവിധം എല്ലാവരും തന്നെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് കൺസ്ട്രക്ഷൻ സെക്ടറിൽ എനിക്ക് പറയാനുള്ളത്. എൻ്റെ 4th ജോബ് എന്ന് പറയുന്നത് ബിസിനസ് ആൻഡ് ഫൈനാൻസ് സെക്ടറിലാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സ്പേസിൽ അത്യാവശ്യം നല്ലോണം ഓപ്പണിങ്സ് ഇനി അങ്ങോട്ടേക്ക് ഉണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IT ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലോണം പെർഫോം ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകൾക്കും അവർക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ മാർക്കറ്റിംഗ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത് വലിയ കൺസ്ട്രക്ഷൻ കമ്പനീസിലാണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനൊക്കെ നല്ലോണം ഇൻവെസ്റ്റ്മെൻറ്റ്സും അതിനകത്ത് നല്ലോണം ഹയറിങ്ങും നടക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു സ്പേസിൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് നാട്ടിൽ നിന്ന് ഉണ്ടാക്കി ഇവിടെ വന്ന് അങ്ങനത്തെ ഒരു കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊരു ഓപ്പണിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഫൈനാൻസ് സെക്ടറിൽ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണെങ്കിലും അക്കൗണ്ട്സ് അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിലും റോൾസ് ഒരുപാടുണ്ട്. ഈ അക്കൗണ്ട്സ് അഡ്മിനിസ്ട്രേറ്റർ റോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര മൈഗ്രൻ്റ് ഫ്രണ്ട്ലി അല്ല. ഇവിടെ ഉള്ള ലോക്കൽസാണ് കൂടുതലും ആ ജോബിലേക്ക് പോകുന്നത്. പക്ഷെ എന്നാലും ഓപ്പണിങ്സ് ധാരാളം വരുന്നുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് കമൻസിൽ ചോദിച്ചിട്ടുള്ളൊരു കാര്യം, BCom കോഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതായിരിക്കും നല്ലൊരു ഫീൽഡ് എന്നുള്ളത്. അപ്പോൾ അവർക്കുള്ള ആൻസറാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിങ് സ്പേസ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളും നല്ലോണം റിസർച്ച് ചെയ്യുക, എന്നിട്ട് ആ ഡെസിഷൻ എടുക്കുക. നെക്സ്റ്റ് വരുന്ന ഫീൽഡ്, അതായത് നമ്പർ 5 കുക്കും ഷെഫുമാണ്. ഇത് നല്ല ഡിമാൻഡ് നല്ല സ്കോപ്പും ഒക്കെ ഉള്ള ഫീൽഡാണ്. ഇവിടെ ഒരു ഷോർട്ടേജ് ഉണ്ടെന്നുള്ളത് ലോങ് ടേം സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഈ ഒരു ജോബിൻ്റെ പ്രത്യേകത നല്ല ലോങ് അവേഴ്സ് ആയിരിക്കും, ഒരു പ്രഷർ ഉണ്ടാവും, ഒരു ഇത്തിരി സ്ട്രെസ്ഫുൾ ആയിരിക്കും, വർക്ക് ലൈഫ് ബാലൻസ് ഒരു ഇത്തിരി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഷെഫായിട്ട് വരുന്നവർ വേറെ ജോലിയിലേക്ക് പോകുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു ഫീൽഡിനെ പറ്റി കറക്റ്റായിട്ട് റിസർച്ച് ചെയ്യുക, ഏതാ കോഴ്സ് നല്ലതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കുക. നമ്മുടെ അടുത്ത സെക്ഷനാണ് പ്രോ ടിപ്സ്. അപ്പോൾ എൻ്റെ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഒരു 1 to 2 years എക്സ്പീരിയൻസോടുകൂടി വരാൻ നോക്കുക. കാരണം എല്ലാവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ, എൻ്റെ കൂട്ടുകാരോട് സംസാരിച്ചപ്പോഴാണെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണെങ്കിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇവിടെ വരുന്നതിന് മുന്നേ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഒബ്വിയസ്ലി ന്യൂസിലാൻഡ് എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ കിങ്, അത് ഞാൻ എപ്പോഴും പറയും. പക്ഷേ നമ്മുടെ നാട്ടിലെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് 2 കാര്യങ്ങൾ നേടാൻ പറ്റും. ഒന്ന്, നമുക്കിവിടെ ഏത് കോഴ്സ് പഠിക്കണമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 2, നമ്മുടെ CV നല്ലോണം ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 1 to 2 years എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ടിപ്പ് നമ്പർ 3, ഇന്റേൺഷിപ്പ് എത്രയും വേഗം കണ്ടുപിടിക്കാൻ നോക്കുക. ഇന്റേൺഷിപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫീൽഡിൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ടൈം ജോലിക്ക് പോവുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസിലാൻഡ് എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും. എൻ്റെ ടിപ്പ് നമ്പർ 2, ഇവിടുത്തെ ഇമിഗ്രേഷൻ ലോയും ഇവിടുത്തെ വിസ പ്രോസസ്സിങ് റൂൾസും ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഞാൻ ഇതിനു മുന്നേ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സ്റ്റുഡൻറ്റ് ലൈഫിനെ പറ്റിയും കോവിഡിൻ്റെ ഇമ്പാക്റ്റിനെ പറ്റിയൊക്കെ. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ജനറൽ ഓവർവ്യൂ കിട്ടും. ഇമിഗ്രേഷൻ കുറച്ചും കൂടെ ടഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. ഒരുപാട് സ്കിൽഡ് വർക്കേഴ്സിനെയാണ് ഇവർ റിക്വയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രഷേഴ്സും ഗ്രാജുവേറ്റും വേണ്ട, നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് വേണം എന്നുള്ള ലെവലിലാണ് പോളിസീസ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ, നമ്മൾ ലിങ്ക്ഡിനിലൊക്കെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും മെസ്സേജ് അയക്കുന്ന പോലെ ചെയ്യാതിരിക്കുക. അതായത് ഹായ് ബ്രോ, ഇവിടെ എങ്ങനെയാണ് അവിടെ എങ്ങനെയാണെന്നുള്ള ലെവലിൽ ചോദിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നാറുള്ളത് തന്നെ ഒരു പ്രൊഫഷണലിസം മിസ് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ ഞാൻ 2-3 പേരെ കണ്ടിട്ടുണ്ട് ഒരു നല്ലൊരു മെസ്സേജൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ആളുടെ പേര് എന്തായാലും ഓർമ്മ വരും. അപ്പോൾ അയാൾക്ക് ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. കാരണം പ്രൊഫഷണലിസം നമുക്ക് അവിടെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഈ ജോബ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്കോപ്പുള്ള ഫീൽഡുകളുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ അടിപൊളി കണ്ടൻസ്, അതായത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കരിയറും ബിസിനസ്സും എന്നുള്ള ഫീൽഡിൽ ഇനിയും ഒരുപാട് കണ്ടൻസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം, അതാണ് എൻ്റെ മോട്ടിവേഷൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.